വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അതിനകത്ത് വന്നത്, ഇപ്പോൾ ഈ തിരുവോണ നാളിലും അവിട്ട ദിവസം വെളുപ്പിനെ വരെ കേരള സംസ്ഥാനത്ത് ഈ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടവർ 16 പേരാണ്. അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഈ കണക്ക് എങ്ങോട്ട് പോകും? ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർ പെരുമാറുന്ന ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ന് പത്രത്തിൽ വന്ന മറ്റൊരു വാർത്ത, ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ച് കൊണ്ടുപോയി ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോയി എതിരെ വന്ന ബസ്സിൽ ഇടിച്ചിട്ട് 2 എണ്ണം അവിടെ തന്നെ കഷങ്ങളായി മരിക്കുകയാണ്. 18ഉം 20ഉം വയസ്സുള്ളവന്മാരാണ് രണ്ടും. കാരണം ഇത് ബോധമില്ലാതെ ഇപ്പം നമുക്ക് കാണാം. ഇന്നലെയൊക്കെ ഞാൻ റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരുത്തന്നെ ഒരു ബൈക്ക് ഓടിച്ച് കാറിൻ്റെ കുറുക്കെ അങ്ങ് പോയി. അത് എൻ്റെ കാറായതുകൊണ്ട് അത് നിർത്താൻ പറ്റി. കുറുക്കെ പോയെന്ന് പറഞ്ഞാൽ അവൻ മദ്യപിച്ച് ബോധമില്ലാതാണ്. അപ്പോൾ ഈ തിരുവോണ ദിവസവും വൈകുന്നേരവും അതുപോലെ തന്നെ ഇന്നലെ ഔട്ടം ഈ ദിവസങ്ങളിലൊന്നും നമുക്കിപ്പോൾ റോഡിൽ ഇറങ്ങാൻ ബന്ധപ്പാടാണ്. കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രോപ്പർ ചെക്ക് ഇതിന് നടത്തേണ്ടതാണ്. അത് വരുന്നില്ല. പിന്നെ കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം അത് എത്ര പേരെയെന്നും പറഞ്ഞാൽ നോക്കുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഉത്രാട ദിനം തിരുവോണം വരെ ഉള്ള ദിവസങ്ങൾ, ഉത്രാട ദിനം വരെ തിരുവോണത്തിൻ്റെ ഉള്ള കഴിഞ്ഞുള്ള കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ കണക്ക് പറയുന്നത് കിട്ടും. മദ്യം വിറ്റതിൻ്റെ അത് ഈ വർഷം 701 കോടി രൂപയായിരുന്നു. പക്ഷേ റെക്കോർഡ് സൃഷ്ടിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം അത് 710 കോടിയായിരുന്നു. അപ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ അതായത് ഈ 9 കോടിയുടെ മദ്യം എന്ന് പറയുന്നത് എത്ര കുപ്പി മദ്യം കാണും? അത് എത്ര പേരായിരിക്കും അത് പർച്ചേസ് ചെയ്യുന്നത്? അപ്പോൾ അത്രയും പേര് ഇപ്പം നിവൃത്തിയില്ലാത്തത് കൊണ്ട് അനങ്ങാതിരിക്കുക, ഉള്ളതും കൊണ്ട് കുടിച്ച് സന്തോഷം അടയുക, സായുജ്യം അടയുന്ന രീതിയിലേക്ക് മാറി. അതിനി വേറെ ഇതിന് പകരമുള്ള സാധനങ്ങളും എല്ലാം കണ്ടുപിടിച്ച് അതിലേക്ക് നീങ്ങുന്നതാണോ എന്ന്, കഞ്ചാവിലേക്കൊക്കെ ആണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇത് ഇപ്പോൾ ഈ സ്വയം വാറ്റുന്നവരുടെ എണ്ണം ഇപ്പൊ കുറവാണ്. കാരണം അതിനൊന്നും ഇന്ന് മെനക്കെടാനൊന്നും ആരും തയ്യാറല്ല. ഈ വാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെനക്കെടുള്ള പണിയാണ്. കാരണം ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കോടതിയിലെ ഇതെല്ലാം വാരി എടുത്തുകൊണ്ട് വരുന്നത്. അത് കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രീതി ആയതുകൊണ്ട് അത് ഇപ്പം അങ്ങ് നിന്ന്. മാത്രമല്ല ഇത് ഇരുന്ന് വാറ്റാനൊന്നുമുള്ള സ്ഥല സൗകര്യങ്ങളില്ല. വാറ്റുമ്പോൾ ആർക്കും, അതായത് അയൽക്കാർ വിവരം കൊടുക്കാം. കാരണം അവർക്ക് ഇതിൻ്റെ ശല്യവും പുകയും ഇതിൻ്റെ നാറ്റവും ഒക്കെ കേൾക്കുമ്പോൾ അവർ വിളിച്ച് പറയുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നെന്ന്. പോലീസുകാരോ എക്സൈസുകാരോ വന്ന് അതെല്ലാം അടിച്ച് നശിപ്പിച്ച് റെഡിയാക്കി ഈ കേസും ആവും. അപ്പോൾ ആ കേസിന് പിന്നെ വക്കീലന്മാർക്കും കാശ് കൊടുത്ത് കുറേ നാൾ ജയിലിലും കിടന്ന് അത് ഉപദ്രവം കൊണ്ട് അടിയും കൊണ്ട് ഏട്ടൊക്കെ വരണം. അത് കാരണം ഇപ്പോൾ ആ വാറ്റെന്ന് പറയുന്നത് അതങ്ങ് വളരെ കുറഞ്ഞു. അതിലും സുലഭമാണ് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം. അത് കഞ്ചാവിൻ്റെ കാര്യം എന്തിനു പോകുന്നത്? MDMA എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കഴിവില്ലാതെ പണ്ട് കേൾക്കാത്ത സാധനം, അതിപ്പോൾ സുലഭമാണ്. അത് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു സമൂഹം. ഇനി അതുകൊണ്ടായിരിക്കാം എന്തായാലും മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ പർച്ചേസിങ് പവർ കൂടുതൽ ഈ പാവപ്പെട്ടവരാണ് അവിടെ പോയി നിന്ന് ഇത് വാങ്ങുന്നത്. അവരുടെ പണമാണിത്. പണക്കാരുടേത് വളരെ കുറച്ചേ ഉള്ളൂ ഈ വരുന്നത്. അവർക്ക് വേറെ മാർഗങ്ങളാണ് ഉള്ളത്. അല്ലാതെ ഇവിടെ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് പോയി ക്യൂ നിൽക്കാനൊന്നും അവർ തയ്യാറാവാറല്ല. അവിടെ പോയി നിന്ന് ക്യൂ നിന്ന് വാങ്ങുന്നവരാണ്. അവിടെ നിന്നുള്ള വരുമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിനെ ആകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ റോഡിൽ കാണുന്നത്. ഈ റോഡിൽ കാണുന്ന റോഡ് അപകടങ്ങളെന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം റോഡിലെ കുറ്റകൃത്യങ്ങളാണ് ഇതൊന്നും അപകടങ്ങളല്ല. ഇത് വിളിച്ചു വരുത്തുന്നതാണ്. തോന്നിവാസം പോലെ ബൈക്കും എടുത്ത് പായുന്ന കൗമാരപ്രായത്തിലും യൗവനത്തിലുള്ള ചെറുപ്പക്കാർ, യുവാക്കളുമായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മൾ ധാരാളം കാണാം എപ്പോഴും. അത് എങ്ങനെ കയറി പോന്നു എന്നുള്ളത് നമ്മൾ പേടിക്കും. കാറിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് ചെന്നിട്ട് അല്പം ഒരു ചെറിയ സ്ഥലത്തൂടെയൊക്കെ വെട്ടിക്കിങ്ങനെ തിരിച്ചങ്ങ് പോവാണ്. അത് ഒരു നിമിഷം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത്. പലപ്പോഴും അങ്ങനെ എത്ര എണ്ണം കാണാൻ കിട്ടും. അയ്യോ എന്ന് നമ്മൾ വണ്ടിയിലിരുന്ന് നിലവിളിച്ചു പോകും ഇത് കാണുമ്പോൾ, ഈ പോകുന്ന പോക്ക്. കാരണം ഇതൊക്കെ മരിക്കാൻ പോകുന്നതാണ് ഇവനൊക്കെ. അത് ആദ്യം വീട്ടുകാരെങ്കിലും ഒന്ന് തിരിച്ചറിയണം. ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ റോഡിലോട്ട് ഇറക്കി വിടുമ്പോൾ ഇതുപോലെ ഇത്രയും ബൈക്കുള്ള ഒരു സ്ഥലവും ഒരു രാജ്യവും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഏതാണ്ട് 66ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവനാണ്.
പക്ഷേ ഇത്രയും ബൈക്ക് ഉള്ള ഒരു സ്ഥലം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇത്രയൊന്നുമില്ല നമ്മൾ ശ്രീലങ്കയിൽ പോലും. ഇത് കുറച്ച് ഇതുപോലുള്ള ബൈക്ക് ഇത്രയും ബൈക്കില്ല. എൻ്റെ ആ യഥാർത്ഥത്തിൽ അത്രത്തോളം സാച്ചുറേഷൻ ഇല്ല റോഡിൽ. ഇതുപോലെ ഇത് ബൈക്കല്ലേ, ഈ ബൈക്ക് മാത്രമോ? അതായത് സല്ലപിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയും കൂടെ ഈ മോട്ടോർ ബൈക്കിലൊക്കെ ഇരുന്നുകൊണ്ട് പതൊക്കെ എന്ത് ചെയ്യുന്നറിയാം, തോന്നിവാസം പോലെ. ഇന്നലെ ആണെങ്കിൽ വൈറ്റിൽ മുതൽ ഈ പാലാരിവട്ടം വരെ ഞങ്ങൾക്ക് സൈഡ് തരാതെ ഒരു ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു. അതോ ഒരു പതുക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് മാറും. ഒരു നിവൃത്തിയില്ല, കയറി വരാൻ ഒരു മാർഗമില്ല. ആ രീതിയിൽ പോകുന്നത് ഞാൻ കണ്ടതാണ്. ഇത് ഒന്നാമത് ഈ ബൈക്കുകാരി റോഡിന്റെ നടുക്കൂടുള്ള സഞ്ചാരം അത് കർട്ടയിൽ ചെയ്യണം. അത് പോലീസുകാർക്ക് വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, പിടിക്കാം. റോഡിന്റെ വലതുവശത്തൂടെ ഇത് പോകുന്നത് പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുന്നത് എന്ത് അപകടകരമായ രീതിയിലാണെന്നറിയോ? അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ റോഡിന്റെ വലതുവശത്തൂടെ അല്ലാതെ പോകത്തില്ല, ഒന്നി മധ്യത്തൂടെ. ഇത് എങ്ങോട്ട് പോകുമെന്ന് പേടിച്ചരണ്ട് വേണം ഈ പുറയിലെ വണ്ടി ഓടിക്കുന്നവർ പോകാൻ. ആ രീതിയിലാണ്. കാരണം ഈ ബൈക്കുകൾ കൈയടക്കിയേക്കാണ് റോഡ് മുഴുവൻ. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണം. മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡിന്റെ ഇടതുവശത്തൂടെ പോകണം നിർബന്ധമാണ് എന്ന് ഉള്ള ഒരു അവബോധം അവർക്ക് കൊടുക്കണം. അങ്ങനെ വലതുവശം പോകുന്ന ആളുകൾക്ക്, മധ്യത്തൂടെയും വലതുവശത്തൂടെയും പോകുന്ന ആളുകൾക്ക് അതിന് ശരിയായ രീതിയിലുള്ള ഫൈൻ അടിപ്പിക്കണം. അത് ധാരാളം അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പണി അങ്ങ് നിൽക്കും. ഇല്ലെങ്കിൽ ഇപ്പം ഇത് അനിയന്ത്രിതമായ രീതിയിലാണ് പ്രത്യേകിച്ച് ഈ സിറ്റിയിൽ ഒരു നിവൃത്തിയില്ല. ഇതിന്റെ റോഡിന്റെ നടുക്കൂടെയും വലതുവശത്തൂടെയും അല്ലാതെ ഈ ഒരു വണ്ടി ഓടിക്കത്തില്ല. അത് ഈ അടുത്ത സമയത്ത് തുടങ്ങിയൊരു പ്രതിഭാസമാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 5-6 വർഷത്തിനകത്ത് തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് ഈ കാണുന്നത്. മറ്റേത് മര്യാദയ്ക്ക് ഇടതുവശത്തൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ലോ ആൻഡ് ഓർഡർ മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥാവിശേഷമാണ്. അതുപോലെ ഈ മദ്യപിച്ചൊക്കെ കാർ ഓടിക്കുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പരിശോധന കർശനമാക്കണം. കാരണം പ്രത്യേകിച്ച് ഭയമാണ് റോഡിൽ ഇറങ്ങാൻ. ഓണത്തിനൊക്കെ ഈ ഓണത്തിൻ്റെ അന്ന് ഞാനിത് ഇവിടുന്ന് തൊട്ടടുത്ത SNDP ഹാളിൽ ഒരു മീറ്റിങ്ങിന് എന്നെ അവർ കൊണ്ടുപോയപ്പോൾ അന്ന് അവരുടെ ഒരു വണ്ടിയാണ് എനിക്ക് വേണ്ടി വന്നത്. ആ ഓടിച്ച ആള് പേടിച്ച് ഓടിക്കുന്നത്. സാറേ ഇന്ന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു ബോധമില്ലാത്തവനെ എതിരെ വരുന്നത്. അയാൾ പറഞ്ഞാണ്, ഒരു ഡ്രൈവർ പറഞ്ഞതാ ഞാൻ ഈ പറഞ്ഞത്. ഇത് നമുക്ക് ഇതൊക്കെ റോഡിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് എപ്പോഴും. ഇപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളെന്ന് പറയുന്ന വലിയ ആഘോഷങ്ങളാണ് ഇവർക്ക്. പ്രത്യേകിച്ച് മദ്യപിച്ച് മതോന്മത്തരായി വണ്ടി ഓടിക്കുന്നതിന്റെ പ്രശ്നം എന്താ? ഇതേപോലുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ്. അതുമൂലം ഇതൊന്നും ഈ വാഹനാപകടമായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഇത് യഥാർത്ഥ കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ തന്നെ കേസ് ചാർജ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്.